ഹരിദാസ്, തന്ത്രിയെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം മേൽശാന്തിയാണ് ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളത്. കൂട്ടുത്തരവാദിത്വമുള്ളൊരു തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ ഈ മേൽശാന്തിയായ ED പ്രസാദ് നമ്പൂതിരി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. കൂട്ടുത്തരവാദിത്വമുണ്ട് ഈ തട്ടിപ്പിന്. പക്ഷെ അവിടെ തന്ത്രിയെ വലിച്ചിഴച്ചു എന്നാണ് രാഹുലിന്റെ പരാതി. രാഹുൽ ഈശ്വർ പറയുന്നതിന് 100% ഞാൻ യോജിക്കണു. ശബരിമല അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനത്താണ് തന്ത്രിക്ക് എന്നുള്ളത്. ആ സ്ഥാനം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ളൊരു മേൽശാന്തി അവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽശാന്തി നിയമനവുമായിട്ട് തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വെക്കുക. ഇദ്ദേഹത്തിന് പ്രവൃത്തി പരിചയത്തിന്റെ പേരിൽ അവിടെ നടത്തപ്പെടേണ്ട പൂജകൾ കൃത്യമായിട്ടാണോ, അവിടെ നടന്നു പോകേണ്ട അനുഷ്ഠാനങ്ങൾ, ഒരു മേൽശാന്തി പാലിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ടാണോ നടന്നു പോകേണ്ടത് എന്നുള്ളൊരു ചുമതല ഈ തന്ത്രി എന്ന സ്ഥാനത്തും പിതാവ് എന്ന സ്ഥാനത്തും ഇല്ല എന്നുള്ള ചോദ്യത്തിന് അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ED പ്രസാദിന്റെ പ്രവൃത്തി പരിചയം അങ്ങേയറ്റം മോശമാണെന്ന് അദ്ദേഹം ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലെല്ലാം, ചോറ്റാനിക്കര കീഴ്ക്കാവിലാണ് അദ്ദേഹം ജോലി ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ മറ്റൊരു ക്ഷേത്രത്തിൽ 2 നേരം പൂജയുള്ളൊരു, അത് ആ പറഞ്ഞ വ്യക്തി തന്നെ പറയുന്നു, ഇവിടെ അത്ര പ്രധാനപ്പെട്ട പൂജകളൊന്നും നടക്കുന്ന സ്ഥലമല്ല. അപ്പൊ ഒരു പ്രവൃത്തി പരിചയവും ഇല്ലാത്തൊരു വ്യക്തി ഇത്തരത്തിൽ പണസ്വാധീനത്തിന്റെ പേരിൽ ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശബരിമല അയ്യപ്പന്റെ പൂജ നടത്തുന്നത് തെറ്റായിട്ടാണ് എന്ന് കണ്ടെത്താനുള്ള ഏക മാർഗം ശബരിമല തന്ത്രിയുടേതാണ്. ആ തന്ത്രി ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ ഷാബു പ്രസാദ് ഒഴുക്കിൽ പറഞ്ഞതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് രാഹുൽ പ്രസാദ് ഒച്ച വെക്കരുത്. താങ്കളുടെ കാഴ്ചപ്പാട് തന്നെ മറ്റുള്ളവർക്ക് വേണമെന്ന് വിചാരിക്കരുത്. കാരണം പ്രത്യേകിച്ച് താങ്കൾ തന്ത്രി കുടുംബത്തിൽ അംഗമാണ്. ഈ ശബരിമലയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ വരുന്ന വീഴ്ചകൾക്കെല്ലാം തന്നെ ഉത്തരവാദി തന്ത്രിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്ത്രിക്ക് പങ്കില്ല. എന്ത് ലംഘനം സംഭവിച്ചു? ഞാൻ പറയട്ടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ലംഘനം സംഭവിച്ചത് പറയാം. പിന്നെ താങ്കൾ ചോദിച്ചു തന്ത്രിക്ക് ഇത്തരത്തിൽ 10-15 ലക്ഷം രൂപ വാങ്ങുന്നതിലെ എന്ത് പങ്കാണുള്ളതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈക്കൂലി വാങ്ങുന്നതിനും അതുമാതിരി തന്നെ പിടിച്ചു പറിക്കുന്നതിനും എവിടെയാണ് രാഹുൽ, ഏത് കാര്യത്തിലാണ് തെളിവുള്ളത്? ഇവിടുത്തെ നമ്മൾ പറയില്ല, ബാലകൃഷ്ണപിള്ള 13-14 ദിവസം ആശുപത്രി ജയിലാക്കിയിട്ട് കിടന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്ക രാഷ്ട്രീയക്കാരും, ഒരു 75% രാഷ്ട്രീയക്കാരും അഴിമതിക്കാരായിട്ട് അവരൊന്നും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് തെളിവിന്റെ അഭാവത്തിലല്ലേ? എന്ന് വെച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും സംശുദ്ധരാണെന്ന്? അതുപോലെ തന്നെയല്ലേ തന്ത്രിക്ക് പങ്കില്ല, എന്തെങ്കിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളിലെ ലംഘനം ഇത്തരത്തിലൊരു വ്യക്തിക്ക് ശബരിമല എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂജാതി കർമ്മങ്ങളിൽ കൃത്യമായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കുന്നതിൽ തന്ത്രിക്ക് പരാജയം പറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്ത്രിക്ക് വിജിലൻസിന്റെ പണിയല്ല. ശ്രീകോവിലിനുള്ളിൽ ആരാണ് സാർ വിജിലൻസിന്റെ പണിയല്ല, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ തന്ത്രി പോലീസാണോ? ഞാൻ ചോദിക്കുന്നതിന് താങ്കൾ മറുപടി പറയൂ. ക്ഷേത്ര ശ്രീകോവിലിനകത്ത് വിജിലൻസിന്റെ ആൾക്കാർക്ക് കയറേണ്ട ഒരുവിധ ആവശ്യവുമില്ല. അവിടെ തന്ത്രിയും പൂജാരിമാരും ഈ മേൽശാന്തിയും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 36 വർഷം ശബരിമലയ്ക്ക് പോയ വ്യക്തി എന്ന നിലയിൽ ഞാൻ കണ്ടു പരിചയപ്പെട്ട കാര്യമാണ് പറയുന്നത്. അവിടെ ഒരു പൂജാരിക്ക് പ്രവർത്തന പരിചയക്കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ചുമതല ദേവസ്വം വിജിലൻസിന്റെ അല്ല രാഹുൽ. അല്ല, അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീ MK ഹരിദാസ് ഇപ്പോൾ പൂജ ചെയ്യുമ്പോൾ അദ്ദേഹം പൂജ ചെയ്തിട്ടില്ല എന്നല്ല, വേണ്ടത്ര പരിചയമില്ല എന്നുള്ളതാണ്. അല്ല, ശബരിമലയിൽ അദ്ദേഹം ചെയ്യുന്ന പൂജകൾ തെറ്റാണ് എന്ന് തന്ത്രി തിരിച്ചറിയണമെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഞാൻ പറയുന്നത് അല്ല, അത് സാധ്യമായ ഒരു കാര്യമാണോ ശ്രീ MK ഹരിദാസ്? കൃത്രിമ രേഖയുണ്ടാക്കിക്കൊണ്ട് ശബരിമല പോലുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിയാകാൻ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായും അയാൾക്ക് പൂജാതി കർമ്മങ്ങളിൽ പരിചയക്കുറവുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിലെ ഈ മേൽശാന്തി ചെകിട്ടിലല്ലേ ഈ തന്ത്രി 1 വർഷത്തെ മൂലമന്ത്രം മോദി കൊടുക്കുന്നത് രാഹുൽ. ആ മേൽശാന്തി ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല ക്ഷമിക്കണം തന്ത്രിക്കാണ്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൽ യാതൊരു സംശയവും വാദം പോലും ന്യൂസ് 18 ഇല്ല. സംശയിച്ചുകൂടാകില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. താങ്കൾ എന്താ പറഞ്ഞത്? ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഈ ടോം എന്താ പറഞ്ഞിരിക്കുന്നത്? ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങളിൽ നാളെ ഇത്തരത്തിൽ ശബരിമലയിൽ ഈ ED പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൂജാതി കർമ്മങ്ങൾ നടന്ന കാലത്ത് എന്തെങ്കിലും
പൂജാതി കർമ്മങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നൊരു വാർത്ത വന്നാൽ താങ്കൾ എന്നോട് സോറി പറയണം, അല്ലെങ്കിൽ ഞാൻ താങ്കളോട് സോറി പറയാം. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജസ്റ്റിസ് പരിപൂർണനെ നിയമിച്ച കാര്യം താങ്കൾ പറഞ്ഞു. താങ്കളുടെ കുടുംബത്തിലെ ഒരു തന്ത്രിക്ക് ഗായത്രി മന്ത്രം ചൊല്ലാൻ അറിയില്ലെന്ന് കണ്ടുപിടിച്ചത് ഈ ജസ്റ്റിസ് പരിപൂർണനാണ്. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഗായത്രി മന്ത്രമേ അല്ല, ഗണപതിയുടെ നക്ഷത്രമാണ്. അത് ശ്രീ ശിവപ്രസാദ് പറയുന്നത് കറക്റ്റാണ്. ഗായത്രി മന്ത്രം അല്ല, ഗണപതിയുടെ ഗണപതി ഹോമം. ഗണപതിയുടെ നക്ഷത്രം ഏതെന്നൊരു ചോദ്യം വന്നു. പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗായത്രി മന്ത്രം അല്ല, ഗണപതിയുടെ നക്ഷത്രം. ശരി, ഗണപതിയുടെ നക്ഷത്രം അറിയാത്തൊരു വ്യക്തിയാണോ ശബരിമല തന്ത്രിയായിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തോട് അവിടെ ആ വേദിയിൽ വെച്ച് പറയാൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ആ വേദിയിൽ വെച്ച് പറയാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ ഗോപ്യമാണ്, ഇത്തരം ആചാരപരമായ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്ത്രി കുടുംബം മുൻകൈ എടുത്തിട്ട് ഒരു ജസ്റ്റിസിനെ നിയമിച്ചിട്ട് ആ ജസ്റ്റിസിന്റെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാനും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ നാള് പറയാൻ പറ്റില്ലെന്നും പറയുന്നത് എന്ത് ന്യായമാണ്? അറിയാത്തത് കൊണ്ടാണ് രാഹുൽ, അറിയാത്തത് കൊണ്ടാണ് നിയമിച്ചത്. തന്ത്രി കുടുംബം അല്ല. ശരി ശരി, ഞാൻ ടോമിലേക്ക് പോവുകയാണ്. ശരി, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ടോം കുര്യാക്കോസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞെട്ടിക്കുന്ന വിവരമാണ് കേരളം ഇന്ന് കേട്ടത്. ഭക്തർ ഞെട്ടലോടെയാണ് ഇത് കേട്ടത്. ശബരിമലയിൽ മേൽശാന്തിയായി കഴിഞ്ഞ 7 മാസമായി, വൃശ്ചികം 1-നാണ് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ 7 മാസമായി ശബരിമലയിൽ മേൽശാന്തിയായുള്ള ED പ്രസാദ് നമ്പൂതിരി അദ്ദേഹം വ്യാജരേഖകൾ ഹാജരാക്കിയാണ് ഈ നിയമനം നേടിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത. ടോം, ഇതിനകത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തവർ ആരൊക്കെയാണ്? അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് മാത്രമല്ല 2010 മുതലുള്ള കാര്യങ്ങളുണ്ടല്ലോ, രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. അതായത് 15 വർഷത്തെ പ്രവൃത്തി പരിചയം. അതിൽ തന്നെ പല ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഒരിടത്ത് പോലും മേൽശാന്തിയായി ഈ 3 പൂജകൾ ഒരേ ദിവസവുമുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലേ? എങ്ങനെയാണ്? അങ്ങനെയൊക്കെയാണെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് നേടാവുന്ന കാര്യമാണോ? ഈ ഒരു പ്രവൃത്തി പരിചയമില്ലാതെ. അതാണ് ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞത്. അത് തന്ത്രിക്ക് മനസ്സിലാകുമല്ലോ ഈ മേൽശാന്തി പൂജ ചെയ്യുമ്പോൾ എന്ത് പൂജയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ തന്ത്രിക്ക് കഴിയുമല്ലോ എന്നൊക്കെ. പക്ഷേ അത്രയ്ക്ക് ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത ആളാണോ ഈ പറയുന്ന TD പ്രസാദ് നമ്പൂതിരി? മഞ്ജുഷ്, നമുക്കറിയാം ഈ ശബരിമല മേൽശാന്തി എന്ന് പറയുന്നത് വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ, പ്രത്യേകിച്ചും ശബരിമലയിൽ അയ്യപ്പ വിശ്വാസികൾ ദൈവതുല്യനായി തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. അത്രയും ശ്രേഷ്ഠമായൊരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് ഈ രീതിയിൽ വിശ്വാസികളെ അവഹേളിക്കുന്ന രീതിയിൽ, വിശ്വാസികളെ ചതിക്കുന്ന രീതിയിൽ ഈ അട്ടിമറികൾ നടത്തി വ്യാജരേഖകൾ ചമച്ച് ഈ ഒരു ഉന്നതമായ പദവിയിലെത്തിയതെന്നാണ് നമ്മൾ ആ റിപ്പോർട്ടിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതായത് കൃത്യമായ രേഖകളുണ്ട്, വിവരാവകാശ രേഖകളുണ്ട്. അതോടൊപ്പം വിജിലൻസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.